ഒരു രാജ്യത്തിന്റെ ദേശീയ പത്രത്തിന്റെ ഒന്നാം പേജ് മുഴുവനായി മറ്റൊരു രാജ്യത്തെ ഭരണത്തലവന് സമർപ്പിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക. കേൾക്കുമ്പോൾ തന്നെ ആ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാകുന്നില്ലേ? അതെ, അത്തരമൊരു വമ്പൻ വരവേൽപ്പാണ് ഇപ്പോൾ ആഗോള മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇസ്രയേൽ സന്ദർശനമാണ് ഈ ആവേശത്തിന് പിന്നിൽ. ഇസ്രയേലിലെ പ്രമുഖ ദേശീയ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് തങ്ങളുടെ ഒന്നാം പേജിൽ തന്നെ നമസ്തേ മോദി എന്ന അടിക്കുറിപ്പോടെയാണ് അദ്ദേഹത്തിന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രതിരോധം, കൃഷി, സൈബർ സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ ഒട്ടേറെ നിർണായക വിഷയങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും പ്രസിഡന്റുമായും മോദി നേരിട്ട് ചർച്ചകൾ നടത്തും. ഈ ഊഷ്മളമായ സ്വീകരണത്തിന് പിന്നിൽ ഒരു ചരിത്രം കൂടിയുണ്ട്. 2017 ഇസ്രയേലിൽ കാലുകുത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം നരേന്ദ്രമോദി സ്വന്തമാക്കിയിരുന്നു. പതിറ്റാണ്ടുകളായി വളരെ മിതമായ തലത്തിൽ മാത്രം നിന്നിരുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പരസ്യമായതും ശക്തവുമായ ഒരു പങ്കാളിത്തത്തിലേക്ക് അത് വഴിമാറിയതും ആ വലിയ സന്ദർശനത്തോടെയായിരുന്നു. ഇത് വെറുമൊരു ഔദ്യോഗിക നയതന്ത്രമല്ല, അതിർത്തികൾ താണ്ടിയുള്ള ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിന്റെ ഊഷ്മളതയുടെ നേർക്കാഴ്ചയാണ്. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിനെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നതും അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തെ നേരിട്ട് കാണുന്നതും ഈ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള അചഞ്ചലമായ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഇന്ത്യയുടെ ഈ വളരുന്ന സ്വാധീനം ലോകം വളരെ സസൂക്ഷ്മം നോക്കിക്കാണുകയാണ്. നയതന്ത്ര ചർച്ചകൾക്കപ്പുറം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വൈകാരികവും തന്ത്രപരവുമായ ഈ അടുപ്പം വരും കാലങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.